ഇപ്പോൾ ദീദി ദാമോദരൻ WCC ഭാരവാഹി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാണ് ഭയം? ഇവിടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അത് പൂർണ്ണമായിട്ടും പാട്രിയാർക്കലാണ്. നമുക്കൊരു നാണക്കേട് പോലും ഇല്ല ഇവിടെ ഒരു സ്ത്രീയെ ജയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. നമുക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം പാർട്ടിയിലെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. പിന്നെ എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് മാത്രം പറ്റുന്ന ഒരു ജെൻഡർ അവയർനെസ് ഉണ്ടാവുക? അതുണ്ടാവില്ല. നിങ്ങൾ വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ബാക്കി 5 ടേംസ് ഓഫ് റെഫറൻസിനെ പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ എവിടെ മൂത്രമൊഴിക്കും, എവിടുന്ന് ഉടുപ്പ് വസ്ത്രം മാറും, അവരെ റെമ്യൂണറേഷൻ ഇന്ന് മുതൽ അവർക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. അതിന് വേറെ ഒരു ബാധ്യതയില്ലല്ലോ. അതിനെപ്പറ്റി എന്താ നിങ്ങൾ ചോദിക്കാത്തത്? നമ്മൾക്ക് സിനിമ നമുക്കറിയാം വോയറിസത്തിന്റെ കലയാണ്. പക്ഷെ ഇത്രയും വോയറിസ്റ്റിക് ആവാൻ പറ്റുമോ? നമ്മൾ മീഡിയ ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി 5 ടേംസ് ഉണ്ടല്ലോ, അത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കാനുള്ള നീക്കം എന്താണ് നടത്താത്തത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ കൊടുത്തതുപോലെ ഇനി പരാതി കൊടുത്താലും അതിനൊരു അവസാനം ഉണ്ടാവില്ല. കാരണം കൊടുത്ത പരാതികളൊക്കെ മുമ്പിലുണ്ട്. മാതൃകാപരമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ളത് പോലും നമ്മളുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും നമ്മളെ ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താം, KRP ഇറക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്, ക്രൂരമാണ്. ഞാൻ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിലെ 1 സെക്യൂരിറ്റി വർക്ക് പ്ലേസ് ഫോർ വിമൻ എന്ന് പറയുന്ന അതിലെ ഒറ്റ ഘടകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടുന്ന് മൂവ് ചെയ്യണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. അമ്മ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. വൈകിട്ട് ഇപ്പം വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറ്റകരമായ അനുഭവം അമ്മയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അത് ഏതാ സംഘടന എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന A എന്നാണെങ്കിൽ അവരെന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട്, WCCക്ക് അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആകാംക്ഷയില്ല. കാരണം ഇത്ര നേരം ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും വേണ്ട, അതൊന്ന് അന്വേഷിക്കണം എന്ന് ഒരു വെറും വാക്ക് പറയാൻ പോലും തയ്യാറല്ലാത്ത കലാകാരന്മാർക്കൊക്കെ, കലാകാരൻ എന്ന് ഞാൻ പറയുന്നത് പാട്രിയാർക്കലായതുകൊണ്ട് ആ കാര്യങ്ങളെ ഡെലിബററ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് പറയാം. അവരാരും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന്, അത് കാണിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അവർ ഇനി എന്താണ് സംഘം ചേർന്നിട്ട് എന്ത് പുറത്തേക്ക് പറയുന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ആകാംക്ഷയില്ല. അത് ചോദിക്കേണ്ടത് നിങ്ങൾ കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഈ 4.5 വർഷം അത് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം? ആ 4.5 വർഷത്തിൽ അതിലാരും പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലാത്ത ക്ലോസുകളായിരുന്നു ബാക്കി 5 ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോഴും നമ്മൾ നടക്കുന്നത് ഈ പ്രൈവസിയുടെ മാത്രം കാര്യം പറഞ്ഞിട്ടാണ്. അത് നമുക്ക് എത്ര ഭീകരമാണ് നമ്മളുടെ ഈ ലൈംഗികതയുടെ ദാരിദ്ര്യം എന്നൊക്കെ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത്. വോയറിസം മാത്രമാണ് ഈ അറിയില്ല. നമ്മൾ ക്ഷണിച്ചിട്ടില്ല. കോൺക്ലേവ് ഇതിനുള്ള പരിഹാരമാവാൻ വഴിയുണ്ടോന്ന് എന്റെ ലോജിക്ക് അത് അങ്ങനെയാവുമെന്ന് തോന്നുന്നില്ല. കോൺക്ലേവ് മെൻ ഫോർ സർട്ടൻ അതർ തിങ്സ്, അല്ലെങ്കിൽ ഇതിന്റെ പരിഹാരം കോൺക്ലേവിലൂടെ ആണ് തോന്നുന്നില്ല. നിയമപരമായ പരിഹാരമാണ് വേണ്ടത്. അല്ല, നിയമത്തിനൊരു കുറവുമില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഒരു പ്രസക്തിയും കാണുന്നില്ല എന്നാണ് ദീദി ദാമോദരൻ പറയുന്നത്. അതേസമയം അമ്മ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. 3 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അമ്മയുടെ വിശദീകരണം വന്നിരിക്കുന്നത്.